ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കറിയാം, സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഇപ്പോൾ വളരെ ബൂമായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. സോഷ്യൽ മീഡിയ സൈറ്റുകൾ വളരെയേറെ പ്രാധാന്യം അർഹിച്ചപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സാധാരണഗതിയിൽ ഫോട്ടോസുകൾ കൊണ്ടുവന്ന് പ്രൊഫൈൽ പിക്ചർ ഇടുന്നതിന് പകരം പ്രൊഫൈൽ പിക്ചറുകളെ കുറച്ചും കൂടെ പ്രൊഫഷണലായ രീതിയിൽ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട്സും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് കളേഴ്സുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഫൈൽ പിക്ചറുകൾ അപ്ലൈ ചെയ്ത് തുടങ്ങി. കുറേ നാളുകളായിട്ട് നമ്മുടെ സാധാരണഗതിയിൽ ഇടുന്നൊരു ഫോട്ടോ അപേക്ഷിച്ച് നമുക്ക് അതിമനോഹരമായ രീതിയിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിനെ മാറ്റി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഓരോരുത്തർ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിനെ കുറച്ചും കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിർത്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അത് അതിമനോഹരമായ രീതിയിൽ പ്രൊഫഷണലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചറിനെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നത് അത് ഡിസൈനേഴ്സിന് മാത്രമല്ല നോൺ ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല 1-2 വെബ്സൈറ്റുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് pfpmaker.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ് പോർട്ടലും കൂടാണിത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണെങ്കിൽ ഇവിടെ ട്രൈ ഡെമോ ഫോട്ടോ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ തരുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ച് ആദ്യം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡെമോസ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡെമോ നമ്മളെ കാണിക്കും. നമ്മൾ ഇടുന്ന ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇതിന് പകരം വരും. ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സുകളുള്ള പീജ് കൊടുക്കുന്നു, ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, പാറ്റേൺസുകൾ, ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, അബ്സ്ട്രാക്റ്റുകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിൽ അതിമനോഹരമായ രീതിയിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ സെറ്റ് ചെയ്ത് തരുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ട, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്ന ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു പിക്ചർ എടുത്ത് വെച്ച് നമ്മൾ ഇടുന്നതിന് പകരം ആ ഒരു പിക്ചറിനെ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്സൊക്കെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു കളർ ടോണിലേക്കൊക്കെ മാറ്റി നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിലൊക്കെ കാണുന്നവർക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണുമ്പോൾ തന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണും മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പോൾ ആൾക്കാർ അത് ശ്രദ്ധിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതിനാണ് ഈ പ്രൊഫൈൽ പിക്ചർ വെച്ച് നമ്മുടെ ഒരു ബ്രാൻഡിംഗ് ആണ് അതിനകത്തോട്ട് സെറ്റ് ചെയ്യുന്നത്. ആൾക്കാരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുക. അതാണല്ലോ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഫോട്ടോസുകൾക്കും ഇത്തരത്തിലൊരു ബ്രാൻഡിങ് കൊടുക്കാൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ് പോർട്ടലാണ്. അതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ഡെമോ വെച്ചിട്ടാണ് ഇപ്പോൾ കാണിച്ചത്. ഈ ഡെമോ കാണിച്ച അതേ സ്പേസിൽ തന്നെ താഴെ നിങ്ങൾക്ക് കാണുന്ന പ്ലസ് മാർക്കിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഫോട്ടോസും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു സ്വന്തം ഫോട്ടോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പേജിൽ വന്നിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഇട്ട് കൊടുത്തു, അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്ത് തരുന്നത് കാണാം. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ പ്രോസസ്സ് ഫിനിഷായി കഴിഞ്ഞു. അങ്ങനെ പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് അവർ ഇതുപോലൊരു പേജിലേക്ക് എത്തിച്ചു. കണ്ടോ, അപ്പോൾ ഞാൻ കൊടുത്ത ഫോട്ടോയിൽ നിന്ന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ കൊടുത്തു, ഡിഫറെൻറ്റ് സ്റ്റൈൽസുകൾ കൊടുത്തു, എല്ലാം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞു. അതുപോലെ നമ്മളൊന്നും അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിലേക്ക് ഇടുക. അതിലിനി ഞാൻ മൗസ് ഓവർ വരുന്ന സമയത്ത് ഇങ്ങനെ 2 ഐക്കൺസുകൾ കാണിക്കും, ഒരു കണ്ടൻറ്റ് ഐക്കണും ഒരു ഡൗൺലോഡ് ഐക്കണും. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഫയലിനെ ഇതുപോലെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല വെബ്സൈറ്റുകളിൽ, നിങ്ങളുടെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ തന്നെ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട്സുകൾ ഇവിടെ കാണിച്ചു തരും. കണ്ടോ, ഇത് കണക്കുള്ള വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ്. ആ ടെക്സ്ചറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ട്രെൻഡി ആയിട്ടുള്ള രീതിയിലുള്ള ഇമേജുകളാണ്. ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടും കുറേ ടൈം സ്പെൻഡിങ്ങുമാണ്. അതേ സ്ഥാനത്ത് നമ്മളിടുന്ന ഫോട്ടോയുടെ ആ ഒരു കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് ആ കളറിന് ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ഇവിടുന്ന് ചെയ്യാം. ഇവിടുന്ന് ജസ്റ്റ് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കും. വളരെ ഈസിയാണ്. അത് ഏത് ചൂസ് ചെയ്യുന്നോ അതിന് ആപ്റ്റായിട്ടുള്ളതായിരിക്കും അത് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ വേറൊരു കളറിലുള്ളതാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കളറിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ കളേഴ്സുകൾ മാറ്റി തരും. കണ്ടോ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ആനുപാതികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് തരുന്നുണ്ട്, ഈ പ്രൊഫൈൽ പിക്ചറും തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഡിഫറൻ്റായുള്ള രീതിയിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംതിങ് ഔട്ട്സ്റ്റാൻഡിങ് ഫ്രം ദ ക്രൗഡ് എന്ന് പറയത്തില്ല, നമ്മളൊരു ക്രൗഡിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ ഉള്ളപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളെ കുറച്ച് ആൾക്കാർ നമ്മളെ നോട്ടീസ് ചെയ്യും. അങ്ങനെയാണ് വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവരുടെ പ്രൊഫൈൽ പിക്ചർ വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത് ശീലിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ ഒരു പ്രൊഫൈൽ കാണുന്ന അപേക്ഷിച്ച് അവരെ കുറച്ചും കൂടെ അവരുടെ ആ ഒരു ക്രൗഡിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇതിൻ്റെ ടോപ്പിൽ കുറേ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്.
ഇവിടെ ആയിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്യിക്കാം, ഇനി സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ തന്നെ എന്തൊക്കെ എഡിറ്റിങ്സ് വേണോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റി വെച്ചതിന് ശേഷം സേവ് ചെയ്തുകൊണ്ട് അതിനകത്ത് നിന്ന് വീണ്ടും നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താം. അതുപോലെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കളർ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പല കളേഴ്സുകൾ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പല തരത്തിലുള്ള അബ്സ്ട്രാക്റ്റുകൾ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ RGBയിൽ വന്ന് സിംഗിൾ കളേഴ്സുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നാൽ ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഡിഫറെൻറ്റ് ഷാഡോ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ ഷാഡോ അങ്ങനെ ബാക്കിലോട്ട് ബോട്ടത്തിലോട്ടൊക്കെ കുറേ ഷാഡോ സ്റ്റൈലുകളൊക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഇവിടുന്ന് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ പിക്ചറുകൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ട് വെബ്സൈറ്റാണ് pfpmaker.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതേ പർപ്പസിനുള്ള മറ്റൊരു വെബ്സൈറ്റും കൂടെ നമുക്ക് പരിചയപ്പെടാം. അതാണ് profilepicturemaker.com. അതും ഇതുപോലെ തന്നെ വളരെ സിമ്പിളാണ്, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെബ് പോർട്ടലാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടുന്ന് കുറേ എഡിറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോർഡർ ഇതിനൊക്കെ ഒരു സർക്കിൾ ഷേപ്പ് വരും. അവിടുന്ന് കളേഴ്സുകൾ റൈറ്റിംഗ് മാറ്റി കൊടുക്കാം. അത് തന്നെ ഡിഫറെൻറ്റ് ഗ്രേഡിയൻറ്റിലുണ്ട്. ഗ്രേഡിയൻറ്റിനെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓഫ്സെറ്റ്, ഇതിൻ്റെ സൈസ് ഇങ്ങനെ അകത്തോട്ട് വേണോ പുറത്തോട്ട് വേണോ എന്നൊക്കെയുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തിക്നെസ് എത്രത്തോളം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പാസിറ്റി ഇങ്ങനെ ഫേഡിങ് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ടോപ്പിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓട്ടോമാറ്റിക് ആ ഫിൽറ്ററിലോട്ട് മാറ്റി തരും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഹാപ്പി ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ബട്ടണിൽ വന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രൊഫൈൽ പിക്ചേഴ്സുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് വെബ്സൈറ്റുകളും വളരെ ഹെൽപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ഈ രണ്ട് പ്രൊഫൈൽ പിക്ചറിൻ്റെ മേക്കിങ്ങിലുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തിടുക. കാരണം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒക്കെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തരത്തിലുള്ള ബ്രാൻഡിങ്ങുകളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ വരുന്ന ടൈമിൽ അവർക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ചാണ് നിങ്ങൾ അവർക്കുള്ള ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ബ്രാൻഡിനെ കുറച്ചും കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ആക്കാൻ സഹായിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ടൈം നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലൊന്നും ഡിസൈൻ ചെയ്ത് ടൈം വേണ്ട. ഇതുപോലെ വളരെ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഡിസൈനേഴ്സ് എന്ന രീതിയിലും ഹെൽപ്ഫുള്ളാണ്. അതല്ല നോൺ ഡിസൈനേഴ്സൊക്കെയുള്ള ആൾക്കാർക്കും ഒരു വ്യത്യസ്തമായ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് വെബ്സൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ലിങ്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.